പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ് വ്യക്തിയെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവ്, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിൻ്റെ തിരുമുറുപാടുന്ന വരതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലർ പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രയില്ല, രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട്. കർത്താവെ, അത് എല്ലായിടത്തും അതുണ്ട്. ഒരു സ്റ്റേറ്റിലും മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചു പൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചു പൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിന്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യം ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്, അവർക്ക് ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങൾ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. വർഗീയത കൂടുതൽ രൂക്ഷമായിട്ട് പല്ലും നഖവും എടുത്ത് വളർത്തിയെടുത്തതിൻ്റെ പേരിൽ എല്ലാ മേഖലകളിലും ജനങ്ങൾ ചേരിതിരിഞ്ഞ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി വെറുപ്പ് കൃഷി ചെയ്യുന്ന അവസ്ഥയിലാണ്. കൃഷിയിടങ്ങളെല്ലാം തുറന്ന് കിടക്കുന്നു. അവിടെ ആർപ്പുവിളികളും പാട്ടുകളൊന്നുമില്ല, ഉൽപ്പാദനങ്ങളില്ല. വെറുപ്പിൻ്റെ കൃഷി ഇറക്കുകയും
അതേസമയം തന്നെ രാജ്യം അരാജകത്വത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എല്ലാ സ്കൂളുകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് മേഖലകളാണ്. ജോലി കിട്ടാതെ വിഷമിക്കുന്നവര്, ജോലി പിൻവാതിലൂടെ ഒപ്പിക്കുന്നവര്, അതേസമയം തന്നെ ജനങ്ങൾക്ക് ആശ്രയമായിരുന്ന പല ജോലി സംവിധാനങ്ങളും നോക്കുകുത്തിയെപ്പോലെ നിൽക്കുന്നത് ഉണ്ടാക്കുന്ന അരാജകത്വം വലുതാണ്. ദൈവമേ, ആ മേഖലയിലെല്ലാം മനുഷ്യന് സുബുദ്ധി തിരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ രാഷ്ട്രീയവും സാമൂഹ്യവും വിദ്യാഭ്യാസപരമായിട്ട് മനുഷ്യൻ ഒരു വട്ടം മനുഷ്യരെ തീർത്തും അശക്തരാകും. അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ടവരുമായിട്ട് മാറുന്നു. അവരെ ഓർത്താൻ ഞാൻ ഈ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിച്ചു കൂട്ടുന്നത്. കർത്താവേ, അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് ഈ കാലങ്ങളിൽ ബൈബിള് ഇട്ടുകൊടുത്തിരിക്കുന്ന എക്കാലത്തെയും വലിയ പിടിവള്ളി ഇതിൽ മനുഷ്യൻ ആശ്രയിച്ചിരിക്കുന്നവരെല്ലാം നിന്റെ നാമത്തിൽ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി, വീട്, വിവാഹം, ആരോഗ്യം, യാത്ര, സാമ്പത്തിക ബാധ്യത, വിറ്റുമാറ്റാനുള്ള തൊഴിലുകൾ, കടങ്ങൾ, ജപ്തി നടപടി, വിവാഹ ആലോചനകൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ഭവനരഹിതര്, ഏതെല്ലാം മേഖലകളിൽ അങ്ങയുടെ മക്കളെ വേദനിക്കുന്നുണ്ടോ, അന്തഃഛിദ്രം വന്ന കുടുംബങ്ങൾ, കേസും വാക്കാണവുമായിട്ട് നടക്കുന്ന, കോടതി കയറി ഇറങ്ങുന്ന കുടുംബങ്ങൾ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ പുതിയ ആശങ്കകൾ വരികയാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞവരെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം, നീ പോകുന്ന ഇടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകുന്ന അള്ളിച്ചിട്ട് കർത്താവേ, നിൻ്റെ ചൈതന്യം അവരേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുക. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിലെ നമ്മളുമായിട്ട് വളരെ പ്രായോഗികമായിട്ട് സഹായിക്കുന്നൊരു വചനമുണ്ട്. അത് യോഹന്നാൻ 3:21. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു.
വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. മതി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവന്റെ സത്യം പ്രവർത്തിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നു. കാരണം അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നുവെന്ന് വെളിപ്പെടുന്നു. അത് കാര്യത്തിൽ ഇപ്പം നമ്മുടെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പറയണ പോലെ ചെയ്യണമല്ലേ, പക്ഷെ അത് പ്രവൃത്തിയല്ലേ. പക്ഷെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ഐക്യപ്പെട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളോർക്കും പിന്നെ ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്യണമെന്ന്. പക്ഷെ ചിലരങ്ങനെയല്ല. പലരും ഈ ഇൻറ്റൻഷൻ ഐക്യത്തിലാണ് ചെയ്യണത്, നിയോഗ ഐക്യത്തിൽ. അവിടെ ഒരു ഭയങ്കര തെറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവ ഐക്യത്തിലല്ല ചെയ്യണം ഉടമ്പടി. ഇപ്പം നിങ്ങൾക്ക് വിസ കിട്ടണില്ല, ഉടനെ നിങ്ങളെന്താ ചെയ്യണത്? ഉടമ്പടി എടുക്കും, എന്നിട്ട് നിങ്ങളെ ഉപരി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവേ. എന്തിനാണ്? വിസ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതെന്താ? നിയോഗ ഐക്യത്തിലാണ് ചെയ്യണം. ദൈവത്തിന് അവിടെ ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ വീട് ജപ്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ നാട്ടിൻപുറത്താണെങ്കിലും നീ ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങൾ കുർബാനയും കുമ്പസാരവും ഒക്കെ എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എന്താ വിഷയം? ദൈവ ഐക്യത്തിലല്ല, നിയോഗ ഐക്യത്തിലാണ്. ഇത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇരുട്ടി തപ്പണാണ്. എന്ന് വെച്ചാൽ നിയോഗ ഐക്യത്തിൽ ദൈവതിരുസന്നിധിയിൽ ഒരു സൽപ്രവൃത്തിയും സ്വീകാര്യമല്ല. അതിൻ്റെ അകത്തൊക്കെ വരുന്നൊരു വിഷയം വെച്ചാൽ ദൈവത്തിനവിടെ റോളില്ലല്ലോ. നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതാ. അതുകൊണ്ട് തന്നെ അത് പക്ഷെ മനുഷ്യൻ അറിയാതെ വിചാരിക്കും അപ്പം നമ്മൾ പ്രാർത്ഥിക്കില്ല. അപ്പം ദൈവത്തോടല്ലേ? ദൈവത്തോടാണ് പ്രാർത്ഥിക്കണത്. പക്ഷെ ഐക്യമാരാണ്? നിയോഗത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നത്. അതാണ് യോഹന്നാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയണത്. നിങ്ങളുടെ പ്രവർത്തികൾ സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. നമ്മുടെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിലാണെന്ന് നോക്കണം. അതാ നിയോഗ ഐക്യത്തിൽ തന്നെ കിടക്കണം നോക്കണം. ഇപ്പോഴ് നമ്മൾ പെട്രോൾ അടിക്കണ മുമ്പേ നമ്മൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോഴേ അവരാ നോബ് ഇങ്ങനെ പിടിക്കുമല്ല. നോബ് പിടിച്ചിട്ട് അവർ കാറേട്ടല്ല നോക്കണത്. അവർ പെട്രോളിൻ്റെ ആ ഡാഷ്ബോർഡില്ലേ അതുമേലാണ് നോക്കണത്. എന്താ നോക്കണത്? ഡീസലാണ് അടിക്കാൻ പോണത്, പെട്രോളാണ് അടിക്കാൻ പോണെന്നാണ് നോക്കണത്. അത് നോക്കിയിട്ട് നമ്മളോട് ചോദിക്കും ഡീസലാണോ പെട്രോളാണെന്ന്. അപ്പോൾ നമ്മൾ പറയും പെട്രോളാണ് അല്ലെങ്കിൽ ഡീസലാണെന്ന് പറയുമ്പോൾ അവരങ്ങോട്ടും നോക്കും. അവർ പിടിച്ചിരിക്കുന്ന നോബ് ഡീസലിൻ്റെ ആണ് പെട്രോളിൻ്റെ ആണ്. കാര്യം ഡീസൽ ടാങ്കിൽ പെട്രോൾ ഒഴിച്ചുള്ള അവസ്ഥ എന്താണ്? പെട്രോൾ ടാങ്കിൽ ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം എഞ്ചിന് ഊരി കഴുകേണ്ടി വരും. അപ്പം അതുപോലെ തന്നെയാണ് ഈ വിഷയം. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദൈവ ഐക്യത്തിലാണോ നിയോഗ ഐക്യത്തിലാണോ നോക്കണം. നിയോഗ ഐക്യത്തിലാണെങ്കിൽ പെട്രോൾ ടാങ്കിൽ ഡീസൽ അടിക്കണ പോലെ ഇരിക്കും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. രണ്ടാമത്തത്, കൂടുതൽ ബിസിയാകരുത്. ആദ്യം എന്ന് പറയണത് ദൈവത്തിനായിരിക്കണം. ആദ്യം ഞാൻ അത് ചെയ്യട്ടെ, എൻ്റെ കാര്യങ്ങൾ, എനിക്ക് നാളെ ജീവിക്കണ്ടേ, നാളെ അത് ചെയ്യണ്ടേ, അതൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ ആദ്യം ദൈവത്തിന്, പ്രാർത്ഥനയ്ക്ക് ആദ്യം സമയം കൊടുക്കുക. പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കുക. അത് പിന്നെയാകാം. പിശാച് അതാ ചെയ്യുന്നത്. മൂന്നാമത്തത്, നമ്മൾ പല പാവങ്ങളും വിട്ടുകളയും. ചിലപ്പോൾ വെറുക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ വരും, പ്രാർത്ഥിക്കും, ഈ പാവം വിട്ടുകളയാം. പക്ഷെ തിരിഞ്ഞു നോക്കും. നമ്മൾ പലവരെയും ക്ഷമിച്ചിട്ടുണ്ടാകും. ക്ഷമിച്ചു കഴിഞ്ഞിട്ട് അപ്പം ദൈവാനുഭവം നഷ്ടപ്പെടും. ക്ഷമിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥനയിലൊക്കെ തുടങ്ങിയൊക്കെ കഴിയുമ്പോൾ പിന്നെ വിചാരിക്കും, എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തതല്ലേ അമ്മ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കും. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. ചില കാര്യങ്ങൾ, ചിലവർ മദ്യപാനം നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കും. ഞാൻ എപ്പോഴെങ്കിലൊക്കെ അല്ലേ, ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും കുടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കും. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. ഇതൊക്കെ പ്രലോഭനമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രാർത്ഥനയിലാണ്. ഞാൻ ഉടമ്പടി എടുത്ത് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഇവിടെ വന്ന് ഫോം ഇട്ട് പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലി, സന്ധ്യാപ്രാർത്ഥന ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പലവരിക്കും അനുഭവം കിട്ടാത്ത, ദൈവം കൂടെ നടക്കുന്ന അനുഭവം കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ ഈശോ പറയണത്, ഇതെന്തുകൊണ്ടാണ് ഈ പ്രലോഭനം നമുക്ക് ഉണ്ടാകുന്നത്? അതിൽ ശ്രദ്ധിക്കേണ്ടത് യാക്കോബ് 1:14 1:4. അതിൽ പ്രലോഭനം ഉണ്ടാകാൻ കാര്യം നമ്മളെ ദുരാശയാണ്. ദുരാശ കൊണ്ടാണ്. നമുക്ക് എപ്പോഴും എന്താ കാര്യം, ദുരാശ എന്താ കാര്യമെന്ന് വെച്ചാൽ, എപ്പോഴും എനിക്ക് അടുത്തുള്ളവരെ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് എഴുതി വയ്ക്കും. എൻ്റെ ജീവിതത്തിൽ ഈ ശ്രദ്ധിക്കണം കേട്ടോ, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഈ 6 വിഷയങ്ങൾ നിയോഗം എഴുതുമ്പോഴും നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് ഈശോനെ തന്നെ വേണം. ഇത് എനിക്ക് എല്ലാ അനുഗ്രഹത്തിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. എനിക്ക് വീട് വേണം, ഇന്നും പണം വേണം, നമുക്ക് ചിലപ്പോൾ ആസ്തി ഉണ്ടാവും, ഇനിയും വേണം, ഇല്ല നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളുടെ ആശയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവം പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നഷ്ടപ്പെടുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കരുത് എന്ന് വെച്ചാൽ ഇതെല്ലാം നഷ്ടപ്പെടും. ഇതൊക്കെ എന്ന് വരെ അമ്മ ഈ കഷ്ടപ്പെട്ട് ഈ കാശുണ്ടാക്കി 1000, 2000, 5000 ഒന്ന് വെച്ച് കുറച്ച് പുറത്തായിട്ട് ചേർത്ത് ലക്ഷങ്ങളാക്കി ചിലപ്പോൾ ബാങ്കിൽ വെക്കുന്നതും അതെല്ലാം എപ്പോഴെങ്കിലൊക്കെ നഷ്ടപ്പെടും. പലവരും കൗൺസിലിങ്ങിൽ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്കിപ്പോൾ 1 കോടി രൂപ കടവാണ്, 10 ലക്ഷം കടവാണ്, പലിശ കൊടുക്കേണ്ട 20,000 രൂപ. ഇപ്പം മിനിയാന്നൊരു സഹോദരൻ വിളിച്ചിരുന്നു, 20,000 രൂപ എനിക്ക് ശമ്പളമാണ്, 13,000 രൂപ ഞാൻ പലിശ കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാം നഷ്ടപ്പെടും, ഏതെങ്കിലും കാലത്ത് നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ ആശയാണ്, ദുരാശ. ദൈവം പറഞ്ഞ ഇതിനു വേണ്ടി നിങ്ങൾ ജോലി എടുക്കണ്ട, ഇത് പ്രാർത്ഥിച്ചില്ലെങ്കിലും പലവർക്കും കിട്ടാറുണ്ട്. വിശ്വാസത്തിലില്ലാത്തൊരു കാശുകാരില്ലേ, അവർക്ക് ബംഗ്ലാവില്ലേ, വീടും ബംഗ്ലാവില്ലേ. നമുക്കാവശ്യം ഇതിൻ്റെ എല്ലാം കൂടെ ഈ അനുഗ്രഹം തരുന്നത്, ദൈവം തരുന്നത് ഈശോനെ തന്നെ നമ്മൾ ചോദിക്കണം. വിശ്വാസത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കാര്യം എന്താ, ഇതിലൊരു വിഷയമുണ്ട്.
ഇത് ഈശോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:19 ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഈ ലോകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നീ ഈശോനെ അന്വേഷിക്കണമെങ്കിൽ നിന്നെക്കാളും ദുർഭാഗ്യമുള്ളവർ വേറെ ആരുമില്ല. അപ്പോൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി, ഈ ലോകത്തിന് ജീവിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നീ ഈശോനെ അന്വേഷിക്കണമെങ്കിൽ അത് ദുർഭാഗ്യമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ അനുഗ്രഹം മാത്രം, സമ്പത്തും ആവശ്യങ്ങളും മാത്രം ചോദിച്ചാൽ, ഇത് സാത്താൻ പറയുന്ന ഒരു വാക്കുണ്ട്, പിശാച് പറയുന്നത് ലൂക്കാ 4:6 പറയണത്, ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ആധിപത്യം എനിക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുത്തവർക്ക് ഞാനത് കൊടുക്കൂ എന്നാണ് പിശാച് പറയണത്. ഈശോയുടെ തന്നെ അവൻ പറയുക, അതിൻ്റെ ആധിപത്യം എനിക്കാണ്. അപ്പം ഈ ദുരാശയാണ് കുറേ സാധനം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അതുകൊണ്ടാണ് പറയണം, നീ അതിനു വേണ്ടി മാത്രമാണ് എന്നെ അന്വേഷിക്കണമെങ്കിൽ ദുർഭാഗ്യമാണെന്ന്. എന്താ കാര്യമെന്ന് വെച്ചാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടും. പിശാച് നമ്മളോട് പറയും, ഞാനത് നിനക്ക് തരാം. അങ്ങനെയാണ് ചില അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ട് പ്രാർത്ഥന വിട്ടുപോകും. പല സമയത്ത് നമുക്ക് ചിലപ്പോൾ ബിസിനസ് വരും, ചിലപ്പോൾ കാശിൻ്റെ ആവശ്യത്തിന് പോകുമ്പോഴത്തേക്കും കാശ് മതി, ഇല്ല കടം തീരണം, അത് വേണം ഇത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്കും ആദ്യം സംഭവിക്കുന്നത് നമ്മളെ പ്രാർത്ഥന വിട്ടുപോകും. സാത്താൻ്റെ ആധിപത്യം നമ്മളെ മുകളിൽ അവൻ കൊണ്ടുവന്ന് അധികാരം ഉണ്ടാകും സാത്താന്. അപ്പോൾ പിന്നെ എന്താ കാര്യം, വല്ലവരോട് വെറുപ്പുണ്ടാവും, കുറേ പാവങ്ങൾ ചെയ്യും, പാപം ചെയ്തു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഈശോയുടെ അടുത്തിരുന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീതി ചെലുത്തണം, വചനം പാലിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ സാത്താൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. സാത്താൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ നുണ പറഞ്ഞാലും കിട്ടും, നീ പാവം ചെയ്താലും കിട്ടും, എന്തും കിട്ടും. ഈ അനുഗ്രഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അനുഗ്രഹം വേണ്ടെന്നില്ല, നിനക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് നിൻ്റെ പിതാവിന് അറിയാം. ജീവിക്കാനുള്ളതെല്ലാം ദൈവം തരും. പക്ഷെ നീ ആഗ്രഹിക്കുന്ന ദുരാശയുള്ളത് ചിലപ്പോൾ ദൈവം തരില്ല. ദൈവത്തിന് എല്ലാം അറിയാം. നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് അതിൻ്റെ കൂടെ നൽകപ്പെടും. പക്ഷേ എന്താ കാര്യമെന്ന് വെച്ചാൽ ദൈവരാജ്യം അന്വേഷിക്കില്ല, നിത്യജീവന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ദൈവരാജ്യം എന്താ, ദൈവം ഈശോനെ തന്നെ അന്വേഷിക്കണം, അത് ഈശോയുടെ സ്നേഹം അന്വേഷിക്കണം. അത് അന്വേഷിക്കാതെ എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ മാത്രം, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം, അനുഗ്രഹങ്ങൾ മാത്രം അന്വേഷിക്കും. നമുക്ക് പ്രശ്നമാവും, പണി കിട്ടും, പിശാചിൻ്റെ പിടിയിലാകുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് സംഭവിക്കുന്ന, ഇപ്പോൾ നമുക്ക് ഒരു വീട് വെച്ച്, ചെറിയ വീട് ഈശോ തന്നാൽ എന്ത് ചെയ്യും, അതെങ്ങനെയും ആക്കിയിട്ട് ആദ്യം ഒരു ലോൺ കിട്ടും. പലവരും കൗൺസിലിങ്ങിൽ പറയും, ആദ്യം ഒരു ലോൺ കിട്ടും ചെറിയൊരു വീട് പണിയാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആ പൈസയ്ക്ക് അവർ കിട്ടില്ല. ലാസ്റ്റ് വരുമ്പോൾ ദുരാശയായിട്ട് അതെന്ത് ചെയ്യും, അത് കിട്ടുന്നത് ചിലപ്പോൾ 15 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ അവർ പണിയുന്നത് ഒരു 35 ലക്ഷം രൂപയ്ക്ക് പണിയും, ബാക്കി കടമാവും. ഇത് വീടെല്ലാം കൂടി ജപ്തിയായി പോവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണത്, ദൈവമേ ഞാൻ ഇത് നിൻ്റെ ആഗ്രഹം എന്താണോ അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈശോ അതുകൊണ്ടാണ് പറയണത്, ഈ നഷ്ടപ്പെടുന്ന അപ്പത്തിന് വേണ്ടി നീ അധ്വാനിക്കേണ്ട. നിത്യജീവൻ തരുന്ന അപ്പം എന്താണ്, അതിനുവേണ്ടി വേണം അധ്വാനിക്കാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ആദ്യം 5000 പേർക്ക് ഈശോ അപ്പം കൊടുത്തായിരുന്നു, ഇല്ലേ? 5000 പേർക്ക് 5 അപ്പം 2 മീനും 5000 പേർക്ക് ഈശോ കൊടുത്തായിരുന്നു. അനുഗ്രഹം ആദ്യം കൊടുത്ത്, അനുഗ്രഹം കൊടുത്തിട്ട് ഈശോ പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ അപ്പം നഷ്ടപ്പെടും, ഈ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടും, നഷ്ടപ്പെടാത്തത് എൻ്റെ ശരീരമായ അപ്പം നീ ഭക്ഷിക്കണം. എന്ന് വെച്ചാൽ എന്നെ തന്നെയാണ് നിനക്ക് ആവശ്യം. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3, എന്നിൽ വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ.
അത് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ഉണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എല്ലാമായിരുന്നു. ജോലി 1200 രൂപ ശമ്പളമായിരുന്നു. ആ സമയത്ത് ഞാൻ ദിവസവും സമയം കിട്ടുമ്പോൾ ഒക്കെ മാതാവിൻ്റെ ഗ്രോട്ടോടെ മുമ്പിൽ പോയി നിൽക്കും, ദിവസവും നിൽക്കും. എന്നിട്ട് മാതാവിനോട് ഞാൻ ചോദിച്ചു, എനിക്കൊരു ബിസിനസ് വേണമേ. കയ്യിൽ 10 പൈസ ഇല്ലാത്തപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു കച്ചവടം വേണമെന്ന്. ആ സമയത്ത് മാതാവ് കുറേ ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബിസിനസ് തന്നു. അത് ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ ടെൻഡർ വയ്ക്കുമായിരുന്നു, ഗവൺമെൻറ് ടെൻഡർ ദിവസം വന്നപ്പോഴത്തേക്ക് എനിക്ക് ബിസിനസ് കൂടിയപ്പോഴത്തേക്കും കുറേ പാർട്ടീസായിട്ട് മീറ്റിങ്ങും കാര്യവുമായി. ഞാൻ തലേദിവസം മാതാവിൻ്റെ അടുത്ത് പോയി മെഴുതിരി കത്തിക്കാൻ വിട്ടുപോയി. സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരം പോയിട്ട് ആ ഗ്രോട്ടോ പോയിട്ട് മെഴുതിരി കത്തിക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്തത്, ഈ ടെൻഡർ ഇടുന്നതിൻ്റെ മുമ്പ് ഞാൻ എപ്പോഴും കൊണ്ടുപോയിട്ട് ഈ ഫോം മാതാവിൻ്റെ മുമ്പിൽ വയ്ക്കുമായിരുന്നു. അത് കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ബിസിനസ് കൂടിയപ്പോഴത്തേക്കും പിശാച് എന്ത് ചെയ്തത്, ഈ കാശ് പണം പണ്ടൊക്കെ 1200 രൂപ കിട്ടുന്നത് പിന്നെ ലക്ഷങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഇന്ന് വൈകുന്നേരം പോകണ്ട, ടെൻഡറല്ലേ, നാളെ കാലത്തേ നമുക്ക് പോകാം, ഇപ്പോൾ കാറൊക്കെ ഉണ്ടല്ലോ. അടുത്ത ദിവസം കാലത്തെ ഞാൻ പോയി. സാധാരണ അവിടെ മെഴുതിരി കത്തിക്കാൻ പോയി. അത് മറവക്കാടാണ് ഞാൻ പോകുന്നത് സാധാരണ, പണ്ട് കൃപാസനം അറിയണതിന് മുമ്പാണ്.